മനസ്സിൽ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മോള് ആണൊരുത്തനെ മുറിയിൽ വിളിച്ച് കയറ്റിയെന്നറിഞ്ഞ എന്താ ഉണ്ടാവുകയെന്നറിയോ? ആ നിമിഷം അവൻ നെഞ്ചുരുക്കി ചാകും. അതും കൂടെ കണ്ടാലേ നിനക്ക് സമാധാനം കിട്ടുള്ളോ? ദേവൻ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് സംസാരിക്ക്. നിന്റെ മോമ്പ ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് നിർത്തിയിട്ടല്ല, മനസ്സിലായോ? ശ്രീകരം എന്റെ കുട്ടി വന്നതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞല്ലോ. പിന്നെ എന്തിനായി കണ്ണുപൊത്തിക്കളി? ഇരിക്കെ. യശോദേ, എന്റെ പിറന്നാളുകാരി കുട്ടിയോട് എന്താ വേണ്ടതെന്ന് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു. അവൾ എന്താ മറുപടി പറഞ്ഞതെന്ന് തനിക്കറിയോ? ഇല്ല. കഴിഞ്ഞ പിറന്നാളിന് മോൾ എന്താ ചോദിച്ചത്? പോട്ടെ, അതിന് മുമ്പുള്ള പിറന്നാളിന് എന്താ ചോദിച്ചത്? അത് തന്നെയാടോ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം. അത് മതി എന്റെ കുട്ടിക്ക്. അല്ല, എന്താ മോളെ പ്രിയങ്കയെ കൂട്ടാത്ത്? അവൾ എപ്പോഴാ വരുന്നത്? അവള് വന്നിട്ട് മതി ആഘോഷമൊക്കെ. പ്രിയങ്ക വരില്ല. അവൾക്ക് നല്ല സുഖമില്ല. അതെന്ത് പറ്റി? അവള് 1-2 വട്ടം ഛർദിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്റെ കൃഷ്ണ, ശുഭവാർത്ത എന്തെങ്കിലും ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ മോളെ? നല്ല വാർത്തയാവട്ടെ. യശോദേ, മുത്തശ്ശനും മുത്തശ്ശിയാവാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണമെന്നാ തോന്നുന്നു. അല്ല, എന്താടോ തനിക്കിതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ദേവേട്ടൻ പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുക, ആവോളം പ്രതീക്ഷിക്കുക. കേട്ടിട്ടില്ലേ, മലയോളം ആഗ്രഹിക്കുമ്പോ ഒന്നോളം തരുമെന്ന്? അത് തന്നെയാടോ ജീവിതത്തിന്റെ ഒരു രസവും.